പെറ്റീഷൻ എവിഡൻസിന് വാല്യൂ ഉണ്ടോ? 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 ഇല്ല. പക്ഷെ നമ്മുടെ മാഡം പറയണെന്ന് വെച്ചാല് അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന്. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ. എന്നോടൊപ്പം കൂടിയ എല്ലാവർക്കും വളരെ വളരെ നന്ദി. ഇനിയും കൂടാൻ വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം, അതായത് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിലീപ് എന്ന് പറയുന്ന കുറ്റവാളിയെ, ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്ത പ്രതിയെ കൊടുക്കാനുള്ള ഒരു 1.5 തെളിവ് പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് ഈ പ്രോസിക്യൂഷൻ നിരാകരിച്ചത്? ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ എങ്ങനെയാണ് നിരാകരിച്ചത്? സാധ്യമല്ല, അസാധ്യമാണ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിനെ, ഒരു വേടിനെ എടുത്ത് വളച്ചൊടിച്ച് ഈ പറയുന്ന സാക്ഷി മൊഴി മാറ്റി എന്ന് വളച്ചൊടിച്ച നമ്മുടെ ഹണി എം വർഗീസ്, വെരി ഗുഡ്. ഇപ്പോ അതേ സംഭവം പറഞ്ഞുകൊണ്ട്, അതായത് ഇപ്പൊ അപ്പീലിന് പോകാൻ വേണ്ടി പോവുകയാണ്. ക്രിസ്മസ് അവധി കഴിഞ്ഞ് അപ്പീലിന് കൊടുക്കും. സർക്കാർ അത് അംഗീകരിക്കാനുള്ള മെയിൻ കാരണം ഈ ഒരു പോയിന്റ് ആണ് എന്നുള്ളതാണ് സത്യം. അതിന്റെ ഞാൻ ഒരു ക്ലിപ്പ് വെക്കാം. അതിനു മുമ്പ് നമ്മുടെ പേട്ടൻ പാവാട ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ചെറിയ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ വെച്ചുതരാം. അതായത് നമ്മുടെ ശ്രീനിവാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ശ്രീനിവാസന്റെ അവസാനമായി കാണാൻ പോയ ദിലീപും നിഖില വിമൽ അല്ലേ, നിഖില വിമൽ നമ്മുടെ അറിയാമല്ലോ. എന്ത് ചോദിച്ചാലും ചുട്ട മറുപടി കൊടുക്കുന്ന, തഗ്ഗുകൾക്കപ്പുറം തഗ്ഗ് കൊടുക്കുന്ന, ആർക്കും ആരും നമ്മളൊരു ഇന്റർവ്യൂ വന്ന് ചെന്നാലും ഒരു ഫിലിമിന്റെ ഈ പറയുന്ന പ്രൊമോഷൻ ആയിക്കോട്ടെ, അവിടെയൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന നിഖില വിമലിനെ ഇന്നലെ ദിലീപ് പേട്ടൻ ഒരു നോട്ടം നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിൽ നിന്ന് മനസ്സിലാകും എന്താണ്, ആരാണ് ദിലീപ് എന്നും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപിനെ ഉൾപ്പെടെയുള്ളവർ, അവിടെയുള്ള സിനിമ ഫീൽഡിലുള്ളവർ എന്തുകൊണ്ട് ദിലീപിനെ എന്ത് ചെയ്തു പേടിക്കുന്നു എന്നുള്ളതൊക്കെ ആ ഒരൊറ്റ നോട്ടത്തിലുണ്ട്. ആ ഒരു ക്ലിപ്പ് നമുക്കിവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആദ്യം ഒരു ക്ലിപ്പ് നമുക്കിവിടെ വെക്കാം. നിങ്ങൾ കണ്ടോ? ആ ഒരു നോട്ടം കണ്ടോ? ആ ഒരൊറ്റ നോട്ടം, ആ ക്രൂരമായ ആ നോട്ടത്തിൽ എന്തുമാത്രം ക്രൂരത നിറഞ്ഞു നിൽക്കുന്നു മനസ്സിലാക്കണം. അതുമല്ല, ആ നോട്ടം കണ്ടപ്പോൾ ഈ പറയുന്ന നിഖില വിമൽ എന്ന് പറയുന്ന നടി എന്തുമാത്രം പേടിച്ചിട്ടുണ്ട് എന്നുള്ള അവളുടെ കണ്ണുകളിൽ നിന്ന് മനസ്സിലായോ? എന്തോ വിഷയമുണ്ട്. ആ ഒരു നോട്ടം, ക്രൂരൻ, എന്തുമാത്രം ക്രൂരനാണ്, എന്തുമാത്രം ഭീകരനാണ് ഞാൻ എന്നുള്ള ഈ ഒരൊറ്റ ഇത് മതിയുടെ. ഈ ഒരു ചെറിയ ഒരു ക്ലിപ്പാണ്. ഈ ഒരു ക്ലിപ്പിൽ കൃത്യമായിട്ട് അവന്റെ കണ്ണുകളിൽ എഴുതിയിട്ടുണ്ട് ഞാൻ എന്തുമാത്രം ക്രിമിനലാണ് എന്നുള്ളത്. ആ ഒരു നോട്ടത്തിൽ ആ പെണ്ണ് വിറച്ചു വീണ്. നമുക്കറിയാം, ഈ പറയുന്ന നിഖില വിമൽ എന്ന് പറയുന്ന പെൺകുട്ടി, ഈ നടി, എല്ലാ കാര്യം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആര് വന്ന് എന്ത് ഒരു ചൊറിഞ്ഞാലും അവർക്കൊക്കെ ചുട്ട മറുപടി കൊടുത്ത് തന്റെ തഗ്ഗു കൊണ്ട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന ലവ് 24/7 എന്നുള്ള സിനിമയിൽ ഇവന്റെ നായികയായിട്ട് വന്ന ഒരു പെൺകുട്ടി കൂടിയാണ് അല്ലേ. അവളെ നോക്കുവാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാരും വിറച്ച്. ദിലീപ് എന്ന് പറയുമ്പോൾ അയ്യോ വിറച്ച്. ഇപ്പൊ എനിക്ക് ഭീഷണി വരുന്നുണ്ട്, കമന്റ് പോയി, നീ ചത്താലും നീ ഇങ്ങനെ വീടിയിട്ട് നീ ചാവും, എന്നാലും ഇത് തെളിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ, പേഴ്സണൽ മെസ്സേജുകൾ, ഇനി അടുത്ത കോളുകളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടേണ്. കൊല്ലാണ്, ഞാൻ കൊല്ലും, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അതൊന്നും ഞാൻ നിർത്തിയിട്ട് പോകാനൊന്നും പോകുന്നില്ല. അങ്ങനെ അങ്ങനെ ഭയപ്പെടുത്താൻ നോക്കണ്ട. സത്യം എന്തെന്നുള്ളത് തെളിയുക തിരിഞ്ഞ് ഓരോ ദിവസം കഴിയും തോറും കൃത്യമായിട്ട് എന്താണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ അട്ടിമറി നടന്നിരിക്കുന്നത് ഈ വിചാരണ വേളയിലാണ്. വിചാരണ വേളയിൽ ഈ പറയുന്ന ഹണി എന്ന് പറയുന്ന ന്യായാധിപൻ കാണിച്ചതൊക്കെ സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. അതിന്റെ വേറൊരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അതിനു മുമ്പേ അപ്പീലിന് പോയപ്പോൾ, അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുമ്പോൾ അവർ കൊടുത്ത കാരണം, നമ്മൾ ഇന്നലെ പറഞ്ഞ കാരണമാണ്. അത് നിങ്ങൾക്ക് ആദ്യം ഒന്ന് കേൾക്കണം. ഓക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കാര്യം, ഈ നടിയെ ആക്രമിച്ച ദൃശ്യം ദിലീപിന്റെ വീട്ടിലെത്തി എന്നുള്ളത് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയാണ് അവിടെ വെച്ച് കാണുന്നത്. പക്ഷേ അതിനേക്കാൾ ശക്തമായ തെളിവ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഒരു ഡിജിറ്റൽ തെളിവ് ഹാജരാക്കിയിരുന്നു. അതാണ്
ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കത്ത്, അതായത് ദൃശ്യങ്ങളുടെ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള വിവരണം അതിലുണ്ടായിരുന്നു. അത് 2017 ഡിസംബർ മാസം ഷൂട്ട് ചെയ്തതാണ്. പത്മസരോവരമാണ് ആ ഫോൺ ആ സമയത്ത് അത് ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ലൊക്കേഷൻ എന്ന് പോലും തങ്ങൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. 2017 മുമ്പ് അത്ര കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഈ വേർഡ് ബൈ വേർഡ് ദൃശ്യങ്ങളുടെ വിവരണങ്ങൾ എഴുതി വെക്കാൻ ഇവർ ഏതെങ്കിലും തരത്തിൽ ദൃശ്യം കണ്ടിരുന്നില്ല. മാത്രമല്ല ഇതിൽ അന്നത്തെ APPയെ ചോദ്യം ചെയ്തപ്പോൾ APP പറഞ്ഞത് അത് അസാധ്യമാണ്, അങ്ങനെ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അതിലെ ആ വാക്കുകളിലുള്ള ചില പോരായ്മകൾ അടക്കം എടുത്തുകൊണ്ട് കോടതി ഈ തെളിവടക്കം തള്ളിക്കളഞ്ഞു. ഇത്തരത്തിൽ നിരവധിയായ തെളിവുകൾ കോടതിക്ക് പരിശോധിക്കുന്നതിൽ പോരായ്മ പറ്റി എന്നാണ് DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെയും നിലപാട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ വിശദമായ ഒരു കത്താണ് സർക്കാരിന് കൊടുത്തത്. അത് അംഗീകരിച്ചിരിക്കുന്നു. മനസ്സിലായോ? ഈ ഒരു വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. വലിയത് ആർക്കും പ്രഥമ ദൃഷ്ടിയാണ് മനസ്സിലാക്കുന്ന വളരെ, അതായത് ദിലീപിനെ കുറ്റക്കാരനാക്കാനുള്ള ഈ ഒരു സാധനം തെളിഞ്ഞിരുന്നുവെങ്കിൽ ദിലീപ് തന്നെയാണ് ഇതിന്റെ സൂത്രധാരൻ എന്ന് തെളിയിക്കുന്ന വേറെ തെളിവുകളൊന്നും വേണ്ട. അതിനെയാണ് ഇത്രയും വലിയൊരു അട്ടിമറി. സാധ്യമല്ല, അസാധ്യമാണ് എന്ന് പറഞ്ഞ സാധനത്തിനെ മാത്രം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് അത് ഈ പറഞ്ഞ സാക്ഷി മൊഴി മാറ്റിയതാണ് എന്ന് വളച്ചൊടിച്ച ഹണി, അതാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതിനാണ് അപ്പീലിന് പോകാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു 2015 അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നൊരു തെറ്റാണ്. അതിനെ പിടിച്ചുകൊണ്ട് കുറെ പേറ്റൻ 2015 ഇങ്ങനെ കാണും, നടിയെ ആക്രമിച്ച് 2017 അല്ലേ, അത് പറഞ്ഞതിന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ക്ഷമിച്ചുകൾ കേട്ടോ, അറിയാതുള്ളവർക്ക് മനസ്സിലാവും. 2017 ഡിസംബർ 15 അവർ ആദ്യമായിട്ട് ഈ ദൃശ്യം പരിശോധിക്കുന്നത്. അതും ഈ പറയുന്ന പ്രോസിക്യൂഷനോ നടീനെയോ ആരെയും അറിയിക്കാതെ സ്വന്തമായിട്ട് വന്ന് അങ്ങ് കാണുകയാണ്. പിന്നെ കോടതിയിൽ അപ്പീൽ കൊടുത്ത് കണ്ട 2019 എന്നിട്ട് ആ 1 മണിക്കൂർ കണ്ടിട്ട് ശേഷം ഈ പറഞ്ഞ ഇതിന്റെ വിവരണം അവന്റെ ഫോണിൽ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു വിവരണം തയ്യാറാക്കണമെങ്കിൽ, അങ്ങനെ ഒരു ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണമെങ്കിൽ 48 മണിക്കൂർ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി മാത്രമേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ള രേഖകളും അതിനുള്ള തെളിവുകളൊക്കെ കൊടുത്തിട്ട് പോലും കോടതി വരെ വിശ്വസിച്ചില്ല. കോടതി പറഞ്ഞ് ഞാൻ മൊഴി മാറ്റിയെന്ന്, അതുകൊണ്ട് ഇത് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊടുത്തത്. ഇനി അതൊരു കേസ്. രണ്ടാമത് ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു മോട്ടീവ്. ഇവിടെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിനൊരു മോട്ടീവ് വേണം അല്ലെ? ആ മോട്ടീവ് ഇവിടെ ദിലീപിന് ഇല്ല. ദിലീപിന് അങ്ങനെ ഒരു മോട്ടീവ് ഇല്ല. അതായത് ദിലീപും ഈ പറയുന്ന നമ്മുടെ മഞ്ജു വാര്യരും തമ്മിൽ കാവ്യയെ ചൊല്ലി ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന നടി പറഞ്ഞു കൊടുത്തതാണല്ലോ മോട്ടീവ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ പലരും ഇവിടെ എന്താണ് കൂറുമാറി. എന്നാലും കൂടെ നിന്ന ചങ്കുറപ്പുള്ള കുറെ സുഹൃത്തുക്കളുണ്ട്. അത് അവരൊക്കെ മൊഴി പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു, അവർക്ക് കൊല്ലണമെന്നുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ള എവിഡൻസ് ബാക്കിയൊക്കെ കൊടുത്തപ്പോൾ കോടതി എങ്ങനെയാണ് എന്നെ തള്ളിയത് എന്ന് കേൾക്കണം. ചിരിച്ചു ചാവും. അത് ഈ പറയുന്ന അഡ്വക്കേറ്റ് മിനി പറയുന്നുണ്ട്. ആദ്യം ഫുള്ളാ കേൾക്കുക, 2-3 മിനിറ്റ് ഉണ്ട്, അതിനുശേഷം ഞാൻ എന്റെ കാര്യങ്ങൾ പറയാം. ഓക്കെ. മോട്ടീവ് ഇയാളുടെ 8ാം പ്രതിക്ക് മാത്രം മോട്ടീവ് ഉണ്ടായില്ല എന്ന് പറയാണ്. അപ്പൊ 8ാം പ്രതിയുടെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, മഞ്ജു വാര്യരുടെ അടുത്ത് കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്ടിം PW1 പറഞ്ഞു എന്ന് പറയുന്നതാണ്. അതിന് നിരവധി സാക്ഷികളെ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോ ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ ദർ ഇസ് നോ മോട്ടീവ്. എന്താ കാര്യം? മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യമാധവന് ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട, അത് ഭയങ്കര തമാശയാണ്. അതെങ്ങനെ കിട്ടി എന്നുള്ളതേ, ഈ മഞ്ജു വാര്യരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം, നീ ഇപ്പൊ മൊബൈലൊന്നും മേടിക്കണ്ട, എൻ്റെ പഴയ മൊബൈൽ എടുത്തോളാൻ പറഞ്ഞു. വന്ന വഴി ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത്. അങ്ങനെ അപ്പൊ പറയുന്ന മോട്ടീവ് ഇല്ല. മഞ്ജു വാര്യര് കോടതിയിൽ വന്ന് പറഞ്ഞു ഇതാണ് കാരണം. ഗീതു മോഹൻദാസ് വന്ന് പറഞ്ഞു. പിന്നെ ഏറ്റവും പ്രധാനം PW1 എന്ന് പറഞ്ഞ ഞങ്ങളുടെ വിറ്റ്നസ് 376 കേസിൽ അതല്ലേ പ്രധാനം. വന്ന് പറഞ്ഞു, സാഹചര്യ തെളിവുകളെല്ലാം കൊടുത്തു. ഇതിന്റെ കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് മഞ്ജു വാര്യർ സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം അതാണ് നമ്മുടെ മോട്ടീവ് എന്ന് പറയുന്നത്. ഈ പ്രതിക്ക് ഇദ്ദേഹത്തിനോട് ഉണ്ടാവാനായിട്ടുള്ള വൈരാഗ്യത്തിന്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പൊ കോടതി അതിൽ പറയുന്നത് ഈ A82 എന്ന് പറയുന്ന പ്രതി ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരുന്നു. വിജയ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ. ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തു. ആർക്കെതിരെ?
എമ്മിനെതിരെ, പേര് പോട്ടെ, എമ്മിനെതിരെ കൊടുത്തു. ഡിവോഴ്സ് പെറ്റീഷന്റെ നോട്ടീസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയെല്ലാം. ഈ നോട്ടീസ് കിട്ടി കഴിഞ്ഞപ്പോ ഇത് ആരൊക്കെയോ ഇടപെട്ട് ആ പ്രശ്നം 13B എന്ന് വെച്ചാൽ ജോയിന്റ് ഡിവോഴ്സിലേക്ക് എത്തി. ആ ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനില് സ്പെസിഫിക്കലി എഴുതിയേക്കാണ് മറ്റേ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആരോപണവും ഞാൻ വിഡ്രോ ചെയ്യുന്നു എന്ന്. അത് മാത്രമല്ല, ഞാൻ ആ പെറ്റീഷനും വിഡ്രോ ചെയ്യുന്നു. മനസ്സിലായ? അങ്ങനെ പറയുമ്പോ വിജയ പറയും, ആ പെറ്റീഷൻ എവിഡൻസറി വാല്യൂ ഉണ്ടോ? 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 ഇല്ല. പക്ഷെ നമ്മുടെ മാഡം പറയണത് എന്താ വെച്ചാല് അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്ന. ജഡ്ജ്മെന്റിൽ അങ്ങനെയല്ലേ? അല്ലേ? നമ്മുടെ മാഡം പറയുന്നത്, നമ്മുടെ മാഡം ഹണി പറയുന്നത് ഞാൻ അതേ എടുക്കുള്ളൂ, ഞാൻ ഏട്ടന്റെ ഈ പറയുന്ന സാധനം മാത്രമേ എടുക്കുള്ളൂ എന്ന്. നിങ്ങൾക്കത് വല്ല മനസ്സിലായോ? ഇതിനകത്ത് ഒരു മോട്ടീവ് വേണമല്ലോ. ഈ കുറ്റം തെളിയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മോട്ടീവ്. ഈ കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ കൊടുത്ത പ്രേരണ, മോട്ടീവ് എന്താണ്? ഈ മോട്ടീവായിട്ട് ഇവിടെ നമ്മൾ അല്ലെങ്കിൽ ഈ പറയുന്ന നടി ഉൾപ്പെടെ പറഞ്ഞത് എന്താണ്? ഞാൻ ഈ മഞ്ജു, ഈ ദിലീപ്, കാവ്യ മാധവൻ തമ്മിലുള്ള വിഷയം എന്ത് ചെയ്തു? മഞ്ജുവിന് പറഞ്ഞു കൊടുത്തു. അത് ബാത്റൂമിൽ കയറി ഞാൻ ആ സെഷൻ കാണിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു. അതാണ് എൻ്റെ മോട്ടീവ്. അതുകൊണ്ടാണ് എനിക്ക് ഈ പുള്ളിക്ക് എൻ്റെ അടുത്ത് വിരോധം, എന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെ പലതും പറഞ്ഞു എന്നൊക്കെ, അതാണ് മോട്ടീവ്. അപ്പോ ഇതിൽ കുറെ എണ്ണം കാലുമാറി, ഭാമ ഉൾപ്പെടെയുള്ളവർ കാലുമാറി. പക്ഷേ ഇപ്പോഴും ഈ പറയുന്ന ഗീതു മോഹൻദാസ് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു, അവര് അതിൽ സ്റ്റേനായിട്ട് നിന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ കോടതി നമ്മുടെ മാഡം പറഞ്ഞത്, മേഡം ഈ തെളിവൊന്നും മേഡത്തിന് പോരാ, മേഡം തെളിവായിട്ട് എടുത്തത്, മേഡം വിശ്വസിച്ച സംഭവം, അതായത് ഈ മഞ്ജു വാര്യർ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ അയക്കുന്നത് ഈ പറയുന്ന ദിലീപാണ്. അപ്പൊ ദിലീപ് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ അയക്കുന്നു. എനിക്കൊരു 2014 ആ സംഭവം നടക്കുന്നത്. 2014 ഒരു ഡിവോഴ്സ് പെറ്റീഷൻ അയക്കുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഡിവോഴ്സ് പെറ്റീഷൻ മഞ്ജുവിന് വന്നതിന് ശേഷം ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഡിവോഴ്സ് പെറ്റീഷൻ, ചിലൊരു കാര്യം ഡിവോഴ്സ് അങ്ങനെ വേണ്ട, നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലെങ്കിൽ ഇത് മ്യൂച്വൽ ഡിവോഴ്സ് ആക്കാം എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോ അങ്ങനെ വന്നപ്പോൾ ഇവ എന്ത് ചെയ്തു? ആദ്യം കൊടുത്തപ്പോൾ ഈ മ്യൂച്വൽ ഡിവോഴ്സ് ആയല്ലോ, അതിനുള്ള എഗ്രിമെന്റ് വെച്ചല്ലോ. അപ്പം ഫസ്റ്റ് കൊടുത്തു, അതായത് ദിലീപ് ഈ മഞ്ജുവിനെതിരെ കൊടുത്ത ആദ്യത്തെ പെറ്റീഷനെ എന്ത് ചെയ്തു? അവൻ അത് പിൻവലിച്ചു. അതിന്റെ ആവശ്യം ഇനി ഇല്ല. അപ്പൊ അതിനകത്ത് അവൻ കുറെ ആരോപണങ്ങൾ എന്ത് ചെയ്തു? ഈ പറയുന്ന മഞ്ജുവിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വായിച്ചു. അതായത് ക്യാമറയ്ക്കുള്ളിൽ വെച്ച് മറ്റാരെയും കാണാൻ സ്വകാര്യ സംഭവങ്ങളാണ്, അത് മതി, നാട്ടുകാരൊക്കെ പറഞ്ഞു കിടക്കുന്നു, ഞാനും ഈ പറയുന്ന കാവ്യ മാധവനുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നോ നാട്ടുകാർ മൊത്തം പനി, അങ്ങനെ ഒരു ട്രയൽ വേണ്ട, ഇൻക ക്യാമറ ട്രയൽ മതി, അതുകൊണ്ട് നമുക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞാണ് ഇവൻ കൊടുത്തത്. അപ്പോ ഇവിടെ ഈ പറഞ്ഞ മ്യൂച്വൽ ഡിവോഴ്സിന് എഗ്രിമെന്റ് ആയപ്പോൾ, അത് സമ്മതിച്ചപ്പോൾ ഇവൻ അതിനെ വേണ്ട. അപ്പൊ ആ മ്യൂച്വൽ എഗ്രിമെന്റിൽ ഇവൻ എഴുതിയിട്ടുണ്ട്, അതിൽ ഞാൻ ആക്ഷേപിച്ച അതായത് ഇങ്ങനെ ഒരു ആക്ഷേപം നടക്കുന്നുണ്ട്, ഞാനും ഈ പറയുന്ന നമ്മുടെ കാവ്യ മാധവനുമായിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നൊക്കെ ആദ്യത്തെ ഇതിൽ അവൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ് പറഞ്ഞത്? അപ്പൊ ഇവൻ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സംഭവം, അന്ന് ഞാൻ ആക്ഷേപിച്ച സാധനം ഞാനിപ്പോ പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്ന് ദിലീപ് പറഞ്ഞത്, അതേ ഞാൻ കാര്യത്തിലെടുക്കൂ, അതേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അത് മാത്രമേ ഞാൻ ഇവിടെ തെളിവായിട്ട് സ്വീകരിക്കുള്ളൂ എന്നാണ് നമ്മുടെ മാഡം ഹണി. എങ്ങനെ നമുക്കിത് നിയമത്തിനല്ല, ഞാനിവിടെ ന്യായാധിപന്റെ ഒരു സംഭവത്തിനാണ് ഞാൻ കുറ്റം പറയുന്നത്. മനസ്സിലായോ? അതെങ്ങനെയാണ്? അതായത് പ്രതി എന്ന് ആരോപിക്കപ്പെട്ടവൻ കൊടുത്ത കേസിൽ അവൻ പറഞ്ഞതാണ് ഞാൻ ഞാനിവിടെ സാക്ഷിയായിട്ട് അല്ലെങ്കിൽ തെളിവായിട്ട് എടുക്കത്തുള്ളൂ എന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കണം, ഇതാണ് ഈ പറയുന്ന മിനി എന്ന് പറയുന്ന മാഡം. ഇതിൽ ഉടനീളം ഒരു പ്രാവശ്യമല്ല വീട്ടിലിരിക്കുന്നത്, ഒരു പ്രാവശ്യമല്ല അട്ടിമറിച്ചു, എല്ലാം ഓരോന്നായിട്ട് അവർ ഇതുപോലുള്ള ബാലിഷ്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ബാലിഷ്യമായ തെളിവുകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മളെ ആരെയും ഞെട്ടിപ്പോക്കുന്ന വളരെ വളച്ചൊടിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് എണ്ണം. എന്നിട്ടാണ് ഈ പറഞ്ഞ കുറ്റപത്രം വായിച്ചോക്കെ. മനസ്സിലായോ? വിധിപ്പകർപ്പ് വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ വിധിപ്പകർപ്പ് ഇതല്ലേ? ഇതുപോലെ കൊടുത്ത തെളിവുകളെല്ലാം ഇവര് ഉടായ്പ ന്യായങ്ങൾ പറഞ്ഞ് വളച്ചൊടിച്ചുകൊണ്ട് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പൊ മനസ്സിലാക്കാനുള്ളത്. ഇത് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വീണ്ടും പുനരന്വേഷിക്കപ്പെടും, ഇതൊക്കെ ഒന്നുകൂടി നോക്കപ്പെടും. അപ്പോഴൊക്കെ
ഹണിക്കെതിരായിട്ട് വല്ല എനിക്കറിഞ്ഞൂടാ, അതൊക്കെ അവിടെ നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇതാണ് സംഭവം. ഇത് ഒന്ന് രണ്ട് കാര്യം ഇതല്ല, എല്ലാത്തിടത്തും എല്ലാ എവിഡൻസിലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.